പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെ നെഞ്ചിലേറ്റിയ പ്രിയ സംഗീത വിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. വാത്സല്യ മധുരം വിരിഞ്ഞ പ്രിയ വേദിയിലേക്ക് എത്തുന്നു കോഴിക്കോടിന്റെ സ്വന്തം നക്ഷത്രക്കുട്ടി. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. നക്ഷത്രക്കുട്ടി, എന്തോ ഈ കോഴിക്കോടിന്റെ ഒരു ഫാഷൻ എംബ്ലമായിട്ട് മാറ്റിയാലോ? നക്ഷത്ര ഡിസൈൻസ് ശരിക്കും നക്ഷത്രം പോലെ വന്നിട്ടുണ്ടല്ലോ. മിനി 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 മിനി. പിന്നെ ആ വെള്ള ഡ്രസ്സില് മിനുക്കവും മീനുട്ടി ഒന്ന് കാണിച്ചു മീനുട്ടി ഒന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സ്റ്റൈൽ റാമ്പ് വാക്ക് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ആ റാമ്പോക്ക് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു അങ്ങനെ നിന്നേ. നിന്നോ ഇനി പാടണ്ട മോളെ, പൊക്കോ. ഇന്നത്തെ റാമ്പോക്ക് കഴിഞ്ഞു. 100 മാർക്ക് മക്കൾക്ക്. മക്കളെ തലേന്നൊക്കെ തിളങ്ങുന്നുണ്ട് കേട്ടോ. തലയിൽ എന്താ ഒരു ബോ പോലത്തെ സാധനം. മക്കളെ ഏതാ പാടുന്നേ? കരുണാമയനെ കാവൽ ഒരു മറവത്തൂർക്കാർ അല്ല, ഒരു മറവത്തൂർ കനവ്. വിദ്യാസാഗർ, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ യേശുദാസ്. ദാസേട്ടാ, എന്താ അങ്ങ് കോൺട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മലയാള സിനിമയ്ക്ക് പറയാൻ വാക്കുകളില്ല. കുറെ സന്തോഷം. മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. മോള് പാടുമ്പം അക്ഷര സ്ഫുടത. ഞാൻ ദാസേട്ടനെ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, അദ്ദേഹം ഓരോ വാക്ക് പറയുന്നതും ഒരു ടൺ ഘനത്തിലാണ്. അതും എന്തൊരു സ്ഫുടതയാണെന്നറിയും. അപ്പം അദ്ദേഹം പാടിയൊരു പാട്ട് ആ വരികൾ കേട്ട് എഴുതുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് കുടഞ്ഞിട്ടാട്ടെ.
നക്ഷത്രക്കുട്ടി എന്ത്? അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. കാരണം എന്താ പറയുന്നത്, ഒന്നാമത് ആ സോങ് ഇറ്റ് സെൽഫ് എന്താ ഒരു ദൈവികമായിട്ടുള്ളൊരു ഫീലുണ്ട്. പിന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന BGMസിൻ്റെ തേർഡ് BGMസിൻ്റെ ചേഞ്ചസ് ആണ്. അത് അവർ അതിമനോഹരമായിട്ട് വായിക്കുകയും ചെയ്തു. ചക് ചക് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഡയറക്റ്റ്. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് അവരും അതിമനോഹരമായിട്ട് പാടും. പിന്നെ എടുത്തു പറയേണ്ട 12K വിസ്താരം അതിമനോഹരമായിട്ടുള്ള ജീസസിൻ്റെ ഒരു എന്താണ് പള്ളിയും മെഴുകുതിരികളും ഇതെല്ലാം കൂടെ വന്നപ്പം ശരിക്കും അങ്ങ് എൻജോയ് ചെയ്തു. ഇത് കാണുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു എന്താ പറയുന്ന ഒരു ഫീൽ. അതാണല്ലോ ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഫീലാണത്. വെറുതെ ഒരു പാട്ട് പാടാൻ പറ്റില്ല. ഇപ്പം ഡിവോഷണൽ എന്ന് പറയുമ്പോൾ ഡിവോഷണൽ ഫീല് കൊടുത്താൽ മാത്രമേ ആ പാട്ട് പാട്ടാകത്തുള്ളൂ. മോള് ഫീല് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലം മാത്രം തോന്നി, അതായത് നിത്യനായ ദൈവമേ. അവിടെ ഒന്ന് പാടാവുന്ന നിത്യനായ ദൈവമേ, ദൈവമേ, അവിടെ ആ ഫീല്. നിത്യനായ ദൈവമേ കാത്തിടണമേ. ഓക്കെയാണ്. കുറച്ചുകൂടെ ഫീല് കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതർവൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എന്താ പറയുന്നത്, ഇവിടെ എന്തോ ഒരു പ്രഭ വന്ന ഒരു ഫീല് കിട്ടി. ടോട്ടലി ഗുഡ് ഗുഡ്. മോളെ എന്ത്? നക്ഷത്ര എന്ത്? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. കാര്യം ഒരു പാട്ട് മോളെ നമ്മളിപ്പോൾ പാടുമ്പോൾ ഈ കേൾവിക്കാരന് അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ. അത് ഈ തലവഴിയൊക്കെ അങ്ങ് പോയാൽ മതിയോ? അത് നേരെ അങ്ങ് നെഞ്ചിലേക്ക് അങ്ങ് ഇറങ്ങണം. അത് ഇറങ്ങിയിട്ടുണ്ട്. അസാധ്യമായിട്ട് പാടി മോള് പാടിയ പല ഏരിയകളും ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇപ്പം അണ്ണൻ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ മോക്ക് കേട്ടോ. അതൊരു കുറച്ചും കൂടെ ശ്രദ്ധയോടെ നീ ആ സമയത്ത് നിന്നിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടിയാൽ ഒരു വലിയ തെറ്റല്ല. എങ്കിലും അതും ഇല്ലാതിരുന്നത് എന്ത് നല്ലതാ. അതിൽ ചരണത്തിൻ്റെ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ പാടിയത് കേട്ടോ. അസാധ്യമായിരുന്നു. അത് നമ്മുടെ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നിങ്ങൾ പറയാൻ വയ്യ. പ്രത്യേകിച്ച് ഫ്രാൻസിസും കൊള്ള സംഘവും ബ്യൂട്ടിഫുൾ. അസാധ്യം. മക്കളെ ചക്കരെ എന്തൊക്കെയായാലും നല്ല ഒരു എന്താ പറയണ്ട ഒരു ക്രിസ്തുദേവനെയൊക്കെ കണ്ടുകൊണ്ട് അത് കേൾക്കുമ്പോൾ അത് വല്ലാണ്ട് നെഞ്ചിലേക്ക് ഇറങ്ങിയത്. കുറേ സുഖമായിരുന്നു മോളെ കേൾക്കാൻ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. ലവ് യു. മക്കളെ എന്തോ? നക്ഷത്രക്കുട്ടി സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അതായത് ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ എത്ര ഭാവമായിട്ട് ആ ഒരു വികാരഭരിതയായിട്ടൊക്കെ പിള്ളേർ പാടുന്നു. ഓരോ ലൈനിനും അവർ ഗ്രൂമേഴ്സ് എല്ലാവരുടെയും അവരുടെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു ടീച്ചിങ് ഉണ്ടെങ്കിൽ പോലും പണ്ടൊക്കെ ഞാൻ ഈ പ്രായത്തിലുണ്ടല്ലോ, ഞാനൊക്കെ പ്രായത്തില് അല്ല ഞാനിങ്ങനെ ഈ അന്ന് കർണാട്ടിക് മാത്രം പഠിച്ചു വന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിവോഷനോ അല്ലെങ്കിൽ ഒരു സിനിമ പാട്ടൊക്കെ പാടുമ്പോൾ എൻ്റെ മൂന്നാമത്തെ ചേച്ചി എന്നെ ചീത്ത പറയും, ഉള്ളീന്ന് വരണം ഭാവം, ഉള്ളീന്ന് വരണം എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് അമ്മയുടെ അടുത്തുനിന്ന് ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുത്ത് വെച്ചിട്ട് ഞാൻ നോക്കും ഉള്ളീന്ന് എവിടുന്ന ഭാവം വരണേന്ന്. എവിടെ ഒന്നും വന്നില്ല. പക്ഷേ അതൊക്കെ നോക്കുമ്പോഴേ ഈ കുട്ടികളുടെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് പറയണതേ, അവർക്ക് ഇത്രയും ഒരു പ്ലാറ്റ്ഫോംസ് കിട്ടി അവരത് പ്രാക്ടീസ് ചെയ്ത് ആ ഭാവങ്ങൾ ഇപ്പോഴേ ആ കുട്ടികളൊക്കെ പ്രൊഫഷണൽ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് എത്ര ഒരു കുളിർമയായിരുന്നു. പിന്നെ ഫ്രാൻസിസും കൂട്ടരും ജബർദസ്തം ലാസ്റ്റ് BGM മോളെ എനിക്ക് ആ സ്നേഹലോലമായി തലോട അത് മാത്രം ഒന്ന് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് പാടാമായിരുന്നു എനിക്ക് തോന്നി. അവിടെ മാത്രമേ എനിക്കൊരു ഇത് തോന്നിയുള്ളൂ. പക്ഷേ ഇത് ഒരു ദൃഷ്ടിക്ക് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് ഓൾ ടോട്ടൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു മറവത്തൂർ കനവ് ശരിക്കും പുഷ്പവനം കുപ്പുസ്വാമി അദ്ദേഹത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഗായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണിത്.
കേട്ടിട്ടില്ലേ? സുന്ദരിയേ സുന്ദരിയേ, ആ പാട്ടൊക്കെ പാടി കുറേ നല്ല പാട്ടുകളുണ്ട് ഇതിനകത്ത് സാറിൻ്റെ. എനിവേ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. സൂപ്പർ. താങ്ക് യു. നക്ഷത്രക്കുട്ടി എന്ത്? ഒരു വാനിലെ നക്ഷത്രമായിട്ട് മാറിയ കുട്ടി. വി ആർ ഗിവിംഗ് യു 100 out of 100. താങ്ക് യു സർ. Congrats. താങ്ക് യു. All the best. Bye-bye. കുഞ്ഞിളം പാട്ടുകൂട്ടിലെ കുഞ്ഞി കിളിയത്താണ് ഭദ്രക്കുട്ടി എത്തുന്നു. വെൽക്കം ഭദ്ര ഓൺ സ്റ്റേജ്. ഒരു പുൽച്ചാരം പോലെ. എന്തോ ശരത്തങ്കിള് വന്നോ? ഞാൻ ശരത്തങ്കിള് ഒത്തിരി മിസ് ചെയ്തു. മോളെ ഒന്നുകൂടെ പറയാമോ? അല്ല ബാക്കിയുണ്ട്. തീർന്നോ? ഒരു പ്രാവശ്യം പറയാനേ പറ്റുള്ളൂ. അതൊന്നും അല്ല. അയ്യോ പ്ലീസ്. ഒന്നുകൂടെ പറ. പറ്റൂല. അല്ല ഒന്നുകൂടെ പ്ലീസ്. അയ്യോ, ഞാൻ അഭിനയിക്കാൻ റെഡി ആയിട്ടിരിക്കാൻ കേട്ടില്ല. മക്കളെ. ശരത്ത് കേട്ടില്ല. ഹായ് തൊട്ട് ഞാൻ അടടി പാടാൻ പോയപ്പോ ഞാൻ ശരത്തങ്കിളെ തിരക്കിന്ന് പറഞ്ഞപ്പോ മധുവങ്കള് ശരത്തങ്കിളുടെ സൗണ്ട് ഉണ്ടാക്കി എന്നെ പറ്റിച്ചു. മധുവോ എന്റെ ശബ്ദവോ? ആ അവനെ കാണട്ടെ. മക്കളേന്ന് പറഞ്ഞിട്ട് ആ. അല്ല ആദ്യം പറഞ്ഞു എടുത്തില്ല, ടേക്ക് എടുത്തില്ല പറഞ്ഞു. ആ പറഞ്ഞു. റെഡി. ശരത്തങ്കിളെ. ശരത്തങ്കിളെ അവിടെ നിന്ന്. ഇനി ഒരു വർഷം കൂടെ പറയാൻ പറ്റൂല. വേണേ ഒന്ന് ഓടി വന്നോ? ആണോ? ആ ആര് എങ്ങോട്ട് ഓടി വരാൻ? അല്ലല്ല വന്നതേ കിട്ടിയില്ല. കിട്ടിയില്ല, ടേക്ക് എടുത്തില്ല. അതിന് മുമ്പേ പറഞ്ഞ എന്താ? ക്യാമറാമാൻ ഉറങ്ങിപ്പോയി മക്കളെ. ടേക്ക് എടുക്കണ്ടേ, ഷൂട്ട് ചെയ്യണ്ടേ? ടി വി കാണിക്കണ്ടേ അല്ലെങ്കിൽ? അതല്ലെങ്കിൽ അത് കിട്ടത്തില്ല മക്കളെ. എന്നാ ശരി. ആ ശരത്തങ്കിളെ വന്നോ? ഞാൻ ശരത്തങ്കിളെ ഒത്തിരി മിസ് ചെയ്തു. ഞാൻ അടടി പാടാൻ വന്നപ്പോ ഞാൻ ശരത്തങ്കിളെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ മധുവങ്കള് ശരത്തങ്കിളെ ശബ്ദം ഉണ്ടാക്കി എന്നെ പറ്റിച്ചു. ഇപ്പഴാ മക്കളെ മനസ്സിലായത്. അടിപൊളി കേട്ടോ. മക്കള് പാട്ട് പഠിച്ചോ? പഠിച്ചു. ആ ഓക്കെ. അത് മറന്നുപോയി. അത് ആ ട്യൂണിനൊന്നും ഒരു കുറവില്ല. ആക്ഷൻ വരെ പറഞ്ഞേ പറ്റിച്ചു. ഞാനും മിസ് ചെയ്തു കേട്ടോ മക്കളെ. ആ ഏതാ പാടുന്ന കുഞ്ഞു? പൂക്കുങ്കുമപ്പൂ പൂക്കുങ്കുങ്കുമപ്പൂ. പൂക്കുങ്കുമപ്പൂ ആ പാട്ട്. ഓ രസതന്ത്രം. പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പാടിക്കോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. കരിവളയിട്ട കയ്യിൽ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ? കരിമിഴിയാളിയെ നീ വരുമോ? കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ
ഭദ്രക്കുട്ടി എന്തോ നന്നായിരുന്നു മോളെ. മോളെ ഈ പ്രായത്തില് ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും സെക്കൻഡ് ഹാഫ് ദറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പാടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മോളിങ്ങനെ പഠിച്ചൊക്കെ ഇങ്ങനെ പാടുക എന്ന് വെച്ചാൽ മോക്ക് എഴുതാൻ അറിയാവോ? എന്തെഴുതാൻ? മലയാളം പാട്ടോ? ആ പാട്ട് എഴുതാൻ അറിയില്ല. ആ പാട്ട് എഴുതാൻ അറിയില്ല. വായിക്കാൻ അറിയാവോ? വായിക്കാനും അറിയില്ല. വായിക്കാനും അറിയില്ല. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞൂടാത്തൊരു കുട്ടി ഇത്രയും അതിമനോഹരമായി, എനിക്ക് അതൊന്നുകൂടെ പാടിത്തരാം, ഒന്ന് കേൾക്കാൻ വേണ്ടി. എവിടെ തൊട്ടാ? അനുപല്ലവിയുടെ പകുതിന്ന് താരാട്ടുമൂളാൻ. മൂളാൻ താരാട്ടുമൂളാൻ പാട്ടായതും താളം പിടിക്കും വിരലായതും അമ്മയില്ലാത്ത നമ്പരമാക്കും അച്ഛന്റെ പുണ്യമല്ലേ. ആഹാ. ആ, ആ, ആ. അക്ഷരം വായിക്കാനും അല്ലേ എഴുതാനും അറിഞ്ഞൂടാത്തൊരു കുട്ടി ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് സിംഗറിലല്ല വേറെ ലോകത്തിൽ ഒരൊറ്റ ചാനലിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു യു. ഹാവ് ഗോട്ട് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. മക്കളെ ഭദ്രക്കുഞ്ഞെ എന്തോ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോളെ. താങ്ക് യു. ഉഗ്രായിട്ട് പാടി. നമ്മൾ ഞെട്ടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കേട്ടോ. ഞങ്ങൾ ഞെട്ടുന്ന കണ്ടായിരുന്നു മോള്. മോള് പാടിക്കൊണ്ട് എൻ്റെ അനുപല്ലവിയുടെ ഒക്കെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എങ്ങനെ ഇങ്ങനെ പാടുന്നു, ഇത്ര ഉച്ചാന്തലിക്കൊക്കെ എങ്ങനെ മക്കളെ എത്തിപ്പിടിക്കുന്നത്? അത് ഞാൻ വിചാരിക്കണ ഞാൻ ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിച്ചില്ലേ ആ. വീട്ടില് പൈസ വെച്ചിട്ടേ പോന്നേ, ഇതിപ്പോ എങ്ങനെ? മീനോട്ടി എനിക്കും അത് എന്തൊക്കെ സംഭവിക്കുന്നു? Unfortunately എനിക്കും അത് മനസ്സിലായില്ല. സാധാരണ ഞാനിങ്ങനെ പൈസ translate വച്ചില്ല. ചെയ്ത് ഈ കുട്ടി. ആർത്തി ദൈവത്തിന് പൈസ വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കൂടെ ദൈവം ഉണ്ട് മക്കളെ, കുഞ്ഞുങ്ങളോടൊപ്പം കേട്ടോ. ശരത്തങ്ങൾ വേറെ രസകരമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ US പോയപ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ഓർഗനൈസർ മോളെ പോലിരുന്ന് കാണാൻ, മോള് ചിരിക്കുന്ന പോലിരുന്ന്, ഞാൻ ആ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു ഭദ്ര എന്ന് പറഞ്ഞൊരു കുട്ടി പാടുന്നുണ്ട്, അയ്യോ എനിക്കറിയാം, എന്നാൽ അവൾ ചിരിക്കുന്ന നോക്ക്, എന്നിട്ട് നിങ്ങളൊന്ന് ചിരിച്ചു നോക്കാൻ പറഞ്ഞു എൻ്റെ കൂടെ. അതുപോലെ ഇരിക്കുന്നു, മോടെ ചിരി പോലുണ്ട് ആ അങ്കിളിൻ്റെ ചിരി. അപ്പം എന്തൊക്കെയാലും ലവ് യു മുത്തേ. ഐ ലവ് യു ലവ് യു ലവ് യു. ലവ് യു ലവ് യു ലവ് യു ലവ് യു ടു. நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தியில் பூத்தது. நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தியில் பூத்தது. போவோ இது வாசம், போவோ இனி காதல் தேசம், போவோ இது வாசம், போவோம் இனி காதல் தேசம். நான் தேடும் செவ்வந்தி பூவிது ஒரு நாள் பார்த்து அந்தியில் பூத்தது. ഇത് കേട്ടപ്പോൾ അങ്ങനെ പാടാൻ തോന്നി. രാജാ സാറിന്റെ വേറൊരു പാട്ട് എന്ത് രസാ അല്ലേ മക്കളെ, എന്ത് രസമായിട്ടാ പാടിയത്. മക്കൾ പാടിയ കേട്ടിട്ട് നമുക്കിവിടെ ഇരിപ്പുറക്കുന്നില്ലായിരുന്നു. അതോ എസ്പെഷ്യലി എന്താ ചരണങ്ങള് മേലെയുള്ള. ആന്റി, ഓ 10 കൊല്ലത്തിന് മുമ്പ് ആ അച്ഛൻ ജയ സൂപ്പർ സിംഗറിലെ ആ ഓഡീഷന് പങ്കെടുത്തപ്പോ ആ. അച്ഛൻ ആ. ഹമ്മിങ് പാടിയപ്പോ തന്നെ ബിന്നി ആന്റി അച്ഛനെ സെലക്ട് ചെയ്തു. അയ്യോ എവിടെ? 10 കൊല്ലം മുമ്പോ? അയ്യോ എനിക്കിപ്പോ അച്ഛനെ ഒന്ന് കാണണല്ലോ. നമ്മള് സെലക്ട് ചെയ്ത കുട്ടിയുടെ മോളാണ് മോള്. അയ്യോടാ. മോളെ ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ. അതായത് 10 വർഷം മുമ്പ്. അത് മനസ്സിലായില്ല, അതുകൊണ്ട് എന്താണ് പറയൂ. ബിന്നി ആന്റി 10 കൊല്ലത്തിന് മുമ്പ് ആ അച്ഛൻ ജയ സൂപ്പർ സിംഗറിലെ ആ. ഓഡീഷന് പങ്കെടുത്തപ്പോ ആ. അച്ഛൻ ഹമ്മിങ് പാടിയപ്പോ തന്നെ ബിന്നി ആന്റി അച്ഛനെ സെലക്ട് ചെയ്തു. കൺഗ്രാജുലേഷൻ. മോന്റെ അച്ഛന്റെ പേരെന്താടാ? ഹരിയാർജി. ഹരിയാർജി. എന്താ? ആർജി. ആർജി. ആ ഇനി ഒരു പ്രാവശ്യം അപ്പൊ ബിന്യാന്റെ കൊണ്ട് കാണിക്കാം. പ്ലീസ് ഒന്ന് കാണിക്കണം കേട്ടോ. ഇനിയുള്ള എന്നെ. എപ്പിസോഡിൽ നമുക്ക് ഒരു ദിവസം അതെ. അപ്പൊ അങ്ങനെയുള്ള ഹമ്മിങ് പാടിയ ആ ആളുടെ മകൾ. അപ്പൊ പിന്നെ എന്ത് പറയാൻ ഇനി? എന്താ ഒരു ടാലന്റ്, എന്താ കഴിവ്, എന്ത് രസമായിട്ട് പാടുന്നു. മിടുക്കിയാട്ടോ. ഐ ലവ് യു. ഗോഡ് ബ്ലെസ് യു. സോ അപ്പം മീനുട്ടി എന്തോ ശുഭം. ശുഭം.
ആട്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. താങ്ക് യു. ടാറ്റാ ചെറുത്തങ്ങളെ, ടാറ്റാ. ടാറ്റ മക്കളെ. ടാറ്റാ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും നല്ലോണം എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.